തിരുമ്പി വന്നിട്ടേ നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ரொம்ப വണക്കം. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ നമ്മൾ ഇന്ന് നമ്മുടെ പയർ കൃഷി വെക്കേഷൻ ആയിട്ട് നമുക്ക് എന്താ പരിപാടി എന്നെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം അതിലൊരു പാർട്ട് 1 ഒരു വീഡിയോ ആണ് അല്ലേ? ഓക്കെ, അപ്പം ഈ പയർ കൃഷി നമ്മൾ എങ്ങനെ ചെയ്തു, എങ്ങനെയുണ്ട് പയർ നമുക്ക് നോക്കണ്ടേ? അപ്പം നിങ്ങൾ എല്ലാവരും അഭിപ്രായം അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യെസ്, വെക്കേഷൻ ആവുമ്പോൾ ചുമ്മാ ഇരിക്കാതിരിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ പയർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിപ്പം പയറൊക്കെ കഴിച്ച് മൂക്കാറായിട്ടുണ്ട്. ഒരു തോരനുള്ളത് ഞങ്ങൾ നേരത്തെ പറിച്ചായിരുന്നു. അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇനിയിപ്പം നമുക്ക് ഒരു തോരനോട് ഉള്ളത് പറിക്കാനായിട്ടുണ്ട്. എന്നാടി എന്നെ കാണത്തില്ല, ഞാൻ കുനിഞ്ഞ് നിൽക്കണം. പൊക്കക്കൂടിലായതുകൊണ്ട് എന്നെ കാണത്തില്ല. പുതിയ ഇപ്പം നമ്മൾ കുറച്ച് പയർ പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ അത് നോക്കിയപ്പോഴാണ് നമുക്കത് പറിക്കാം എന്ന് കരുതിയത്. അത് വീഡിയോയിൽ എടുക്കാമെന്ന് തോന്നി, അതുകൊണ്ട് ഞങ്ങൾ വേഗം വന്ന്. ഓക്കെ, അപ്പം നമുക്ക് പയർ പറിക്കണം, പയറിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണം. ഇങ്ങോട്ട് നോക്കുവാടി. ഇത് കണ്ടില്ലേ ഗൈസ്, നമ്മൾ എത്ര പറിച്ചെന്നറിയാലോ, ഓരോ പുല്ല് ഓരോ ദിവസം ഇങ്ങനെ കിളുത്ത് വരും. ഇതുകൊണ്ട് ഇവിടെയൊക്കെ പുല്ല് കിളുത്ത് നിൽക്കുന്നുണ്ടല്ലേ. ഞാൻ എന്നും ഇത് ഞങ്ങൾ പറിച്ച് മടുത്തു. പുല്ല് പിടിച്ച് കഴിഞ്ഞാൽ ശരിയാവുകയല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ പുല്ല് ഈ ഭാഗത്ത് അധികം പുല്ലില്ല. ഇന്നലെയും കൂടെ ഞങ്ങൾ പറിച്ചതേ ഉള്ളൂ. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പുല്ലുണ്ടോ. ഏറ്റവും കൂടുതൽ പുല്ലുള്ള അപ്പുറത്തെ പ്രദേശങ്ങളിൽ ആ കമ്പ് പൊങ്ങി നിൽക്കുന്നുണ്ടോ, അവിടുത്തെ ആ പയറൊക്കെ ഈ പുല്ല് അതുകൊണ്ട് ചീരയുണ്ട്. ചീരി പന്തലെ മുട്ടി ഇപ്പം അത് നമുക്ക് പറിക്കണം. പിന്നെ ഈ കരിയില ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് ഇവിടെ ഈ പന്തല, അതുമൊക്കെ ഒരു ഇച്ചിരി വില്ലനാ. അതൊക്കെ ഇനി പെറുക്കി കളഞ്ഞ് മടുത്ത് ഈ പൊക്കത്ത് കണ്ടോ ആഞ്ഞിലി കണ്ടോ. ഈ ആഞ്ഞിലി ഉള്ളതുകൊണ്ട് ഈ ആഞ്ഞിലിക്കായൊക്കെ വീണ് അതിൻ്റെ ഈ ഇതിലോട്ട് വീണ് കിടക്കുകയും ഇത്. അപ്പോൾ ഈ പയറിൻ്റെ കമ്പൊക്കെ ഒടിയാനുള്ള കമ്പല്ല, പയറിൻ്റെ തണ്ടൊക്കെ ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഇച്ചിരി ഒരു പ്രശ്നമാണ്. എങ്കിലും വെയിൽ വന്നിട്ടുള്ളതുകൊണ്ട് ഇവർക്ക് അധികം കീടമൊന്നുമില്ല. അതായത് ആദ്യം ഈ കായ്ക്കുന്നതിന് മുമ്പ് കുറേ മുഞ്ഞ അങ്ങനത്തെ ഈ കറുത്ത നിറത്തിലുള്ള ജന്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പം കായ്ച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു. പിന്നെ ഇപ്പം പാവൽ ചെറുതായിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുമ്മാ വെച്ചതാണ്. ഇത് കണ്ടോ, പാവയ്ക്ക കാണത്തില്ലേ? ഇതാണ് പാവയ്ക്ക. 2-3 പാവയ്ക്ക ഉണ്ട്. ഒന്ന് ആ സൈഡിലാണെന്ന് തോന്നുന്നു, അപ്പുറത്തെ സൈഡിലേക്ക് മാറി ഒരു പാവയ്ക്ക. ഇതുണ്ട്, ഇത് പുതിയൊരു ഇന്ന് വിരിഞ്ഞതാണ്. ഇത് ഈ കാണുന്നത് ഇത് ഇന്ന് വിരിഞ്ഞ വേറൊന്നോടെ ഇത് ഇന്നലെ വിരിഞ്ഞതാണ്. ഇതുണ്ട് ഈ പാവയ്ക്ക. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ. ഇതുപോലെ ഇനി ഒത്തിരി ഉണ്ട്. എല്ലാം നമുക്ക് വഴിയെ കാണിക്കാം. ഓക്കെ, ചേട്ടൻ പറഞ്ഞ പോലെ ഈ ഭാഗത്ത് കുറെ പുല്ലുണ്ട്. ആ ഭാഗത്ത് നിന്ന് വരുന്നത് കൊണ്ട് ആ ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധ, ഇങ്ങോട്ടൊന്നും കൂടുതൽ ശ്രദ്ധ വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ കൂടുതലൊക്കെ പുല്ലാണ്. അപ്പം ഗൈസ്, ഈ പയർ നടാനുള്ള കാരണം എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭയങ്കര വെക്കേഷൻ കണ്ട് ചുമ്മാ വീട്ടിൽ നിന്ന് നല്ല മടുക്കും തോന്നി. അന്നേരം ഈ പയറിൻ്റെ വിത്ത് ഇവിടെ ഇരിപ്പുണ്ട്, സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അന്ന് എൻ്റെ പരീക്ഷ കഴിഞ്ഞത് മാർച്ച് 11-ാം തീയതിയാണ്. അപ്പം 12-ാം തീയതി ഉച്ചയ്ക്ക് ഞാനിവിടെ എല്ലാം ശരിയാക്കി. എന്നാ പറയുന്നത്, പുല്ലെല്ലാം കളച്ചിടണ്ടേ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് പറ്റില്ല. അപ്പം അനിയത്തിക്ക് അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ സമയത്ത് അവൾ ആക്റ്റീവ് അല്ലായിരുന്നു. അത് കഴിഞ്ഞ് ആക്റ്റീവായി. എന്നാലും അവൾ വിത്ത് പാനൊക്കെ വന്നിരുന്നു കേട്ടോ. പിന്നെ എന്നാ പറഞ്ഞു തന്നപ്പോഴാണ് അന്ന് തന്നെ നമ്മൾ കിളച്ചൊക്കെ ഒരുക്കി ഇട്ട് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞ് ഒരു മാർച്ച് 16-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഞാൻ ഓർത്ത് ഓരോ ദിവസത്തെയും എന്താ പറയുന്നത്, ഓരോ ദിവസം എങ്ങനെയാണ് പയറിൻ്റെ വളർച്ച, അതൊരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തു. എന്നെ ഓർത്തു ഭയങ്കര പാടല്ലേ എന്നോർത്തു. പിന്നെ ഞങ്ങൾ എന്നാണേലും ഈ വെക്കേഷൻ ടൈമായിട്ട് എനിക്കൊരു നേരം പോക്കുമുണ്ട്. കാരണം എപ്പം വരണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാം. അതുപോലെ 3 മണി തൊട്ട് 5 മണി വരെ, വൈകുന്നേരം 3 മണി തൊട്ട് 5 മണി വരെ ഞങ്ങൾ ഇവിടെ ആയിരിക്കും. വെള്ളം ഒഴി, പുല്ല് പറി, അതാണ് പരിപാടി. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ, ഈ പയറിൻ്റെ കീടങ്ങൾ നമ്മൾ എപ്പോഴും നോക്കിയില്ല, പുഴു അതുപോലെ മുഞ്ഞ അതൊക്കെ വരും. പിന്നെ ഈ മുഞ്ഞ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഈ കഞ്ഞിവെള്ളം നമുക്ക് തളിച്ചു കൊടുത്താൽ മതി, സ്പ്രേയറിൽ തളിച്ചു കൊടുത്താൽ അത് പോവും. ഞാനടുത്ത് അതൊക്കെ വീഡിയോ എടുത്ത് വെക്കണം എന്ന് ഓർത്താൽ. അപ്പം മുഞ്ഞൊന്നും ഇല്ല, അതുകൊണ്ട് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചാണകപ്പൊടി മാത്രം, ജൈവവളം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ആദ്യം കായ്ച്ച് ആദ്യത്തെ പാട്ട് ആദ്യം ഉണ്ടായ കുറച്ച് ബാച്ച് പയറുകളെ ഞങ്ങൾ പറിച്ചു. അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഈ ബാച്ചൂടെ പറിച്ചിട്ട് വേണം ഒരു തോരനുള്ള ഞങ്ങൾക്ക് ഉണ്ടായി. ഞങ്ങൾ 5 പേരില്ലേ. പിന്നെ പയറിൻ്റെ വേറെ കാര്യത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളത്തിന് ഞങ്ങൾക്ക് ഈ ചൂടാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ, സത്യം പറഞ്ഞാൽ ഈ ചൂടായിട്ട് പോലും ഇത്രയും വെള്ളം കിട്ടുന്ന പയർ ഇവരായിരിക്കും. കാരണം ആ ആറ്റിന്ന് ഞങ്ങൾ വലിയ പൈപ്പുണ്ട്, PVC-യുടെ പൈപ്പുണ്ട്. ആ പൈപ്പ് ആറ്റിന്ന് കണക്ട് ചെയ്ത്, ഇതിൻ്റെ ഇടയ്ക്ക് റോഡുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിൻ്റെയും ഈ പയറിരിക്കുന്ന പറമ്പിൻ്റെയും കൂടെ ഇടയ്ക്ക് റോഡുണ്ട്. എങ്കിൽ നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ PVC പൈപ്പ് റോഡിൻ്റെ അടിയിൽ കൂടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇവിടെ വെള്ളം നല്ല സൂപ്പറായിട്ട് വരും. ആ പൈപ്പ്
ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, പൈപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പറഞ്ഞ ആ PVC പൈപ്പ്. ആറ്റിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്ന പൈപ്പ്. നല്ല ഫോഴ്സിലാണ് ഇങ്ങോട്ട് വെള്ളമൊക്കെ വരുന്നത്. ഇതുകൊണ്ടാണ് പയറിന് വെള്ളം വരുന്നത്. അതെ അതെ, നല്ല ഫോഴ്സിൽ തന്നെ ഇതിനകത്തൂടെ വെള്ളം വരും. അപ്പോൾ ഇപ്പം ഞങ്ങളിത് പയറിൻ്റെ ഓടിലല്ല വെച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ വൈകുന്നേരം ഇതുണ്ട്, ഈ ജാതിക്ക ഉണ്ടോ, ഈ ജാതിക്ക് ചെറുതായിട്ടൊരു വാട്ടം കണ്ട് ഇങ്ങോട്ട് വെച്ചിരിക്കുക. ഇപ്പോൾ ഈ ജാതിയുടെ ഒരു നല്ല തണുപ്പൊക്കെ ഉണ്ട് ഈ വെള്ളം വന്നിട്ട്. ചെറുതായിട്ട് ചീരകൃഷി ഉണ്ടായിരുന്നു. ചീര ഞങ്ങൾ 2 തോരൻ വെച്ചു. ഇനിയിപ്പോൾ ഒരു തോരനോടെ ഉള്ളതുണ്ട്. ഇതെന്തില്ലേ, ഒരു തോരനോടെ ഉള്ള ചീരയുണ്ട്. പിന്നെ പറയാനുള്ളത് നല്ല നനവാണ് ഇവിടെ, നല്ല തണുപ്പുണ്ട് ഈ പയറിന്. എപ്പോഴും കണ്ടില്ലേ, ഉണ്ടോ, ഇപ്പം മുതൽ വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ, നല്ല തണുപ്പുണ്ട് ഇവിടെ. കാരണം എന്ന് ഈ ഒന്നിരാടെ ഞങ്ങൾ വെള്ളം അടിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് നല്ല ഫോഴ്സിൽ ഈ വെള്ളം വരുന്നത്. അപ്പോൾ ഈ ചോട്ടിലേക്ക് നമുക്ക് ഫോഴ്സ് വെക്കാൻ പറ്റത്തില്ല, നമ്മൾ പിടിച്ച് വയ്യേ വേണം ഒഴിക്കാൻ. അങ്ങനെ ഒരു കാര്യമുണ്ട്. വെള്ളം ഒഴിക്കുന്നത് ഇച്ചിരി ചടങ്ങാണ്, എങ്കിലും എളുപ്പമുണ്ട്. ഈ ഇതുള്ളതുകൊണ്ടേ നല്ല എളുപ്പമുണ്ട്. അല്ല നമ്മൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ചുമന്നുകൊണ്ട് വരേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് കഷ്ടപ്പാടായിരിക്കുന്നു. കണ്ടില്ലേ, അവൾ പുല്ല് പറിക്കുക ഇതിൻ്റെ ഇടയ്ക്ക്. ഇവിടെ പുല്ലുണ്ട്, നന്നായിട്ട് പുല്ലുണ്ട്. ഈ ചീരയുടെ ഇവിടെ ഉണ്ട്. ഈ ചീര ഞങ്ങൾ ഇവിടെ പറിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ ഈ ചീരയുടെ ഇവിടെ നിന്ന് പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. ഇപ്പം ഇതൊക്കെയാ, ഇത് കണ്ടില്ലേ, ഈ പയറൊക്കെ നമുക്ക് പറിക്കാറായതാണ്. ഇതുണ്ട് ഈ പയറൊക്കെ 18 മണി പയറായത് കണ്ടോ. ഈ 18 മണി ഇത് നമുക്ക് പറിക്കാറായി. ഈ പയറൊക്കെ കണ്ടില്ല, അവിടെയൊക്കെ കിടക്കുന്ന പയറൊക്കെ കുറേ എണ്ണം പറിക്കാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പറിക്കാം. ഓക്കെ, ഇനി നമുക്ക് പറിക്കാവേ, പയർ നമുക്ക് പറിക്കാം. അതുപോലെ തന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് കണ്ട് ഈ കിടക്കുന്നത് ഇതുപോലെ എന്നാ പറയുന്നത്, ഈ ഇട കെട്ടി പയർ വരിക എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അധികം പൂക്കുകയും കായ്ക്കുകയൊന്നും ചെയ്യില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇത് പയറിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകാതെ നമ്മൾ കണ്ട് ഇതുപോലെ മാറ്റി വിടണം. മാറ്റി വിട്ടില്ലെങ്കിൽ പ്രശ്നം എന്നാന്ന് വെച്ചുകൊണ്ട് അവിടെയൊക്കെ കണ്ട് ഈ പയർ കൂടുതലും പയറിന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്, ഇങ്ങനെ ഒരുമിച്ച് കിടക്കാൻ. അങ്ങനെ എന്നും മാറ്റി വിടെങ്കിൽ അവർ സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു പയറുണ്ടേ, എന്നും ജാതിയിലേക്ക് അവർക്ക് കയറി പോകണം. ഞാൻ പിന്നെ എന്നും മാറ്റി വിടും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ശ്രദ്ധ വേണം. കാരണം കിടങ്ങളെ മാത്രമല്ല, ഇവർക്ക് ചെറിയ ടെൻഡൻസി, ഇനേർഷ്യകൾ. ഓക്കെ, പയർ പറിക്കാനായിട്ട് ചേട്ടൻ പോയിട്ടുണ്ട്. ഇപ്പോൾ പയർ പറിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ പയർ, ഇത് 2 പയറുണ്ട്, ഇത് മൂത്തിട്ടില്ല കണ്ടോ, ഈ നീളം വരണം ഇതിന്. അപ്പം നമ്മൾ ഈ പയറങ്ങ് പറിച്ചെടുക്കും. ഇനിയുണ്ട് പയർ, ഇത് അവിടെയുണ്ട്. ഓക്കെ, ഇപ്പം ഇവിടെ ഈ ഒരു പയർ, പിന്നെ നമുക്ക് ഈ പയർ പറിക്കുക. ഇവർ 2 പയർ ഒരുമിച്ചുണ്ട് ഇവിടെ, അത് നമ്മൾ അങ്ങ് പറിച്ചെടുക്കുക. അത് ഒരു പയർ പറിക്കാറായിട്ടുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ വെറുതെ ഇത്ര നീളം വെക്കുന്ന പയറല്ല, നമ്മളത് ചുമ്മാ കളയാൻ പാടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ സൈഡിൽ ഇത്രയേ ഉള്ളൂ. അപ്പുറത്തെ ഇത് ഇവിടെ ഒരു പയർ കാണൂല്ല, ഇവരെയല്ല ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടേ ഒത്തിരി മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് വേസ്റ്റ് ആവും. ഇവിടെ ഈ സൈഡിൽ ഒരു 3 പയറുണ്ട്, അതോടെ നമുക്ക് പറിച്ചെടുക്കാം. ഒരു തോരനുണ്ടെങ്കിൽ. പിന്നെ ഇത് കണ്ടോ, ഇവിടെ എൻ്റെ പയറാണ്. ഇവിടെ 3 അല്ല 4 പയറുണ്ട് കേട്ടോ. ഇവിടെ ഒരു പയറുണ്ട്, അത് പറിച്ചെടുത്തു. ഓക്കെ, ഇത് കണ്ടോ ഗൈസ്, ഇത് ഈ പയറിൻ്റെ വള്ളി ഇതേ കൂടെ കയറിപ്പോയി. ഇതിങ്ങനെ ഈ പയർ എന്നിട്ട് ഇങ്ങനെ ചുരുണ്ട് പോകാൻ കാരണം അതാ. ഇത് കണ്ടോ, പയറിൻ്റെ വള്ളി പയറെ കൂടെ കയറിപ്പോയി. എങ്ങനെയുണ്ട് കണ്ടോ, ഈ വളഞ്ഞു പോയി കണ്ടോ, നീളവും അതിൻ്റെ കുറഞ്ഞു പോയില്ലേ. പക്ഷേ വേഗം വാ ഇങ്ങോട്ട്, വരുവാ ധൃതി വെക്കാറ്. അതെടുക്കരുത്, ആരും നാട്ടുകാർ കാണും കേട്ടോ. അത് ഓഫ് ചെയ്തേ, ഹരിപ്രിയ അത് ഓഫ് ചെയ്യ്. ഇല്ല പയറ് അതിൻ്റെ ദൈവം. അയ്യോ, പറയണ്ട, ചെറിയുന്നു അതിൻ്റെ വീണിട്ട്. അതിവിടെ ഒന്ന് വീഡിയോ എടുക്കരുത്, ഓഫ് ചെയ്യൂ. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് വിളവെടുത്ത പയർ. ഇത് കായ്ച്ച തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ഇന്ന് ഇഷ്ടം പോലെയൊക്കെ പൂത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഒത്തിരി പൂത്തിട്ടുണ്ട്, കായുണ്ട് കണ്ടോ, പൂത്തിട്ടുണ്ട് ഇന്ന്. അപ്പം ഇനി വരും ദിവസങ്ങളിലാണ് നമുക്ക് പയർ പറിക്കാൻ കൂടുതലായിട്ട്. അപ്പം ഇതും കൂടെ കൂടെ നമുക്ക് വീട്ടിൽ ഒരു ദിവസം തോരൻ വെച്ച് പിന്നെ ഇച്ചിരി കൂടെ മിച്ചം കാണും. ഫ്രിഡ്ജിൽ കുറച്ചിരിപ്പുണ്ട്. ഒരുമിച്ച് വെക്കാനായിട്ട് പറിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പയർ ഇച്ചിരി കൂടെയൊക്കെ ഒന്ന് ആവണം. കാരണം എന്താ പറയുന്നത്, പയർ മൂത്ത് വരണ്ടേ. അതായത് ഇപ്പം കുറേ എണ്ണം ഒത്തിരി പൂ ഉണ്ടായിട്ടുണ്ട് ഈ കുറേ ദിവസങ്ങളായിട്ട്. അപ്പം അതെല്ലാം നമുക്കിനി പറിക്കണം. അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലേ. ഇതൊന്നും ഇനി വീഡിയോ ഇല്ല കേട്ടോ. അപ്പോൾ ഈ പയറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ദിസ് ഇസ് റെയിൻബോ കില്ലാഡീസ്, വി ആർ സൈനിങ് ഓഫ്. പുതിയൊരു വീഡിയോ വരുന്നത് വരെ സൈനിങ് ഓഫ് ആണ്, അല്ലാണ്ട് മൊത്തത്തിൽ സൈനിങ് ഓഫ് അല്ല. വി ആർ സൈനിങ് ഓഫ്. ദിസ് ഇസ് റെയിൻബോ കില്ലാഡീസ്, ദിസ് ഇസ് ഹരി ഗോവിന്ദ് ആൻഡ് ഹൈപ്രിയ. പിന്നെ ഇന്നാൾ അമ്മുക്കുട്ടി പറഞ്ഞ പോലെ പയറ്. ഓക്കെ, ഇതുണ്ടോ, ഹരിപ്രിയ വലിയ ആണ്ട് ചുമട എടുത്തുകൊണ്ട് വരുന്ന പോലെയാ പയർ എടുത്തുകൊണ്ട് വരുന്നത്. അതും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു.